بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീൻ വളരെ മിതത്വമുള്ളതും സന്തുലിതമായതുമായ ഒരു ദീനാണ്. ആ ദീനിൻ്റെ മിതത്വം ആരെങ്കിലും നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിൻ്റെ പ്രയാസങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. ഇന്ന് ആളുകൾ തീരെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ദുർവ്യയം ചെയ്യുക എന്നത്. എങ്ങനെ ചെലവഴിക്കണം ഓരോ വസ്തുവും എന്നത് അല്ലാഹു നമ്മോട് പറയുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു സാധനം നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാവുക. അപ്പം നമ്മളൊക്കെ ആരോഗ്യമുള്ളവരാണ്. ഈ ജുമായിൽ നമ്മൾ പങ്കെടുക്കുന്നു, അൽഹംദുലില്ലാ. എന്നാൽ നമുക്ക് രോഗം പിടിച്ചു പോയാൽ നമുക്ക് പള്ളിയിൽ പോകാൻ കഴിയില്ല, നമുക്ക് ജുമായിൽ പങ്കെടുക്കാൻ കഴിയില്ല, നല്ല കാര്യങ്ങളിലൊന്നും പങ്കുചേരാൻ കഴിയില്ല. അപ്പം നമുക്ക് മനസ്സിലാവും, പടച്ചവനെ, ആരോഗ്യമുണ്ടെങ്കിൽ എനിക്ക് എന്തെല്ലാം ചെയ്യാമായിരുന്നു. എനിക്ക് പള്ളിയിൽ പോകാമായിരുന്നു, ജമാഅത്ത് പങ്കെടുക്കാമായിരുന്നു, ജുമാക്ക് പോകാമായിരുന്നു. അത് ആരോഗ്യമില്ലാതാകുമ്പോഴേ രോഗം പിടിക്കുമ്പോൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കും. ഇങ്ങനെ പോകുമ്പോൾ നമ്മളത് ആലോചിക്കുകയില്ല. ഇപ്പോൾ കണ്ണ് കാണുന്ന ഒരു മനുഷ്യന് കണ്ണ് കാണാതെ ആയിപ്പോയാൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസം അപ്പോഴവന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് എല്ലാ അനുഗ്രഹങ്ങളുടെയും കഥ അങ്ങനെയാണ്. ഇപ്പോൾ ജീവിക്കുവാൻ യാതൊരു പ്രയാസവുമില്ലാതെ സുഖമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് സാമ്പത്തിക പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും വന്ന് പട്ടിണിയിലെത്തുമ്പോൾ അയാൾക്ക് മനസ്സിലാവും അള്ളാഹു നൽകിയിട്ടുള്ള സ്വത്തിൻ്റെയും മുതലിൻ്റെയും വില എത്രയാണ് എന്ന്. സാധാരണ മട്ടത്തിൽ ജീവിച്ചു പോകാൻ ഉണ്ടായിരുന്നു, അൽഹംദുലില്ലാ, അതും പോയല്ലോ എന്ന് അപ്പോഴാണ് മനസ്സിലാകുക. ആ സാധാരണ രൂപത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് ഇതൊന്നും പോരാ എന്നും ഇതൊന്നും ശരിയായില്ല എന്നും വിചാരിച്ച ആൾ അതില്ലാതാവുമ്പോൾ അതിൻ്റെ വില മനസ്സിലാക്കും. അപ്പം ദുർവ്യയം ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യന് ജീവിതം ദുസ്സഹമാകുന്നു എന്നതാണ്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ജീവിക്കാൻ മാത്രം വിഭവങ്ങൾ ഈ ലോകത്തുണ്ട് എന്നാണ് കണക്ക്. ഭക്ഷ്യവസ്തുക്കൾ പോലും ഉണ്ട് എന്നാണ്. പക്ഷേ കുറേ ആളുകൾ ദുർവ്യയം ചെയ്യുകയും ദൂർത്തടിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹു തആല സൃഷ്ടിച്ച സഹജീവികൾക്ക് അത് കിട്ടാതെ പോകുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ലാഹു തആല ദുർവ്യയം ചെയ്യുന്ന ആളുകളെ ഉപമിച്ചിട്ടുള്ളത് പിശാചുക്കളുടെ സഹോദരന്മാരോടാണ്. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്തീൻ. ദുർവ്യയം ചെയ്യുന്ന ആളുകൾ ശൈത്താന്മാരുടെ
ഷെയ്ത്താന്മാരുടെ സഹോദരങ്ങളാകുന്നു. വകാന ഷെയ്ത്താനു ലി റബ്ബിഹി കഫൂറ, ഷെയ്ത്താനാവട്ടെ തന്റെ റബ്ബിനോട് നന്ദികേട് കാണിച്ചവനുമാകുന്നു എന്ന്. അപ്പൊ ഷെയ്ത്താന്മാരാണ് ദുർവ്യയം ചെയ്യുന്നവർ എന്നാണ്. ചെലവഴിക്കുമ്പോൾ പോലും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വല്ലദീന ഇദ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. പണം ചെലവഴിക്കുമ്പോൾ ദുർവ്യയം ചെയ്യുകയോ പിശുക്ക് കാണിക്കുകയോ ചെയ്യാതെ അതിന്റെ മധ്യത്തിലുള്ള ഒരു മിതാവസ്ഥയിൽ ചെലവഴിക്കുന്നവരാണെന്ന. ഇപ്പൊ മുസ്ലിമീങ്ങളായ നമ്മുടെ ജീവിതം മിതത്വമുള്ളതായിരിക്കണം. ഒരു കാരണവശാലും ദൂർത്തടിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, എൻ്റെ വസ്ത്രവും എൻ്റെ ചെരുപ്പും മറ്റും നല്ലത് ധരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇത് കിബ്റാകുമോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല. അല്ലാഹു തആല തന്ന നിഅമത്തിന്റെ അടയാളങ്ങൾ അവന്റെ അടിമയിൽ കാണാൻ അള്ളാഹുവിന് ഇഷ്ടമാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നല്ല ഭക്ഷണം കഴിക്കുവാനും നല്ല വസ്ത്രം ധരിക്കുവാനും നല്ല ചെരുപ്പ് ധരിക്കുവാനും നല്ല വീട്ടിൽ താമസിക്കുവാനും ഒക്കെ അള്ളാഹു അനുവദിച്ചതാണ്. പക്ഷെ അത് ദൂർത്താൻ പാടില്ല. ദൂർത്താകുന്നത് എപ്പോഴാണെന്നല്ലേ? അധികവും ഉപകാരമില്ലാതെ പൊങ്ങച്ചത്തിനും കിബിറിനും വേണ്ടി നടത്തുക. ഒരു സംഗതി ചെയ്യുമ്പോൾ അതിലൊരു ഉപയുക്തത ഉണ്ടാകുമല്ലോ, അത് ഉണ്ടായിരിക്കണം ഏതാണെങ്കിലും. ഇപ്പൊ ചില സാധനങ്ങൾ വില കുറഞ്ഞ സാധനങ്ങളെക്കാൾ കൂടുതൽ കാലം നിലനിൽക്കുന്നതും നല്ലതും വില കൂടിയതായിരിക്കും. അത് വാങ്ങി എന്നതുകൊണ്ട് ദൂർത്താവില്ല, അതിനൊരു ഉപയുക്തതയുണ്ട്. അപ്പൊ ആളുകൾ ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ആപേക്ഷികത്തിന്റെ അളവിൽ നിന്നുകൊണ്ട് എല്ലാ ദൂർത്തും അനുവദിക്കപ്പെടും എന്ന് ചിലർ വിചാരിക്കുന്നു. അള്ളാഹു നൽകിയ നിഅമത്തുകളൊന്നും അനുഭവിക്കാതെ ഇരിക്കുകയാണ് വേണ്ടത് എന്ന് വേറെ ചിലരും തീരുമാനിക്കുന്നു. അത് രണ്ടിനും മധ്യത്തിലാണ് കാര്യം ഉള്ളത്. ഇപ്പൊ നോക്കൂ, നാം ദൂർത്തടിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ പല ആളുകൾക്കും ആവശ്യത്തിന് പണമില്ല, പാവങ്ങളെ സഹായിക്കാൻ പണമില്ല, കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കാൻ കാശില്ല. എന്താ ഇല്ലാത്തത്? അത് അവനവന്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ഭക്ഷണത്തിൽ, ആഘോഷത്തിൽ, വസ്ത്രത്തിൽ ഒക്കെ തന്നെ വേണ്ടതിനും വേണ്ടാത്തതിനും ചെലവഴിക്കുക. എന്നിട്ട് വേറെ ഒന്ന് നല്ലതിനും കൊടുക്കാൻ കാശില്ലാതെ വരും. നമ്മളൊന്ന് ചെറുതായാൽ, ഒന്ന് മിതത്വം ശീലിച്ചാൽ നമ്മുടെ കയ്യിൽ വിഭവങ്ങൾ ഉണ്ടാകും, പണമുണ്ടാകും. ഈ മിതത്വം പറയുമ്പോൾ ഇപ്പോൾ സാന്ദർഭികമായി പറയേണ്ട ഒരു പ്രധാന വിഷയമാണ് ജലത്തിന്റെ ഉപയോഗം. ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ചയിൽ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ജലത്തിന്റെ ഉപയോഗം, ജലം എന്താ? ജലം അല്ലാഹു തആല മനുഷ്യന്റെ നിലനിൽപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യിൻ, ജീവനുള്ള എല്ലാത്തിനെയും അല്ലാഹു തആല വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിൻ മാഇൻ, അല്ലാഹു തആല എല്ലാ ജീവികളെയും വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അപ്പൊ വെള്ളം ഒരു വലിയ അനുഗ്രഹമാണ്. അല്ലാഹു വെള്ളത്തെക്കുറിച്ച് പറഞ്ഞത് അൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ, മേഘങ്ങളിൽ നിന്ന് അല്ലാഹു തആല കോരിച്ചൊരിയുന്ന വെള്ളം ഇറക്കി മഴ പെയ്യിപ്പിച്ചു. വനസ്സൽനാ മിനസ് സമായി മാഅൻ മുബാറക, ആകാശത്ത് നിന്ന് അനുഗ്രഹീതമായ വെള്ളം ഇറക്കി തന്നു. ബറക്കത്തുള്ള വെള്ളം, ബറക്കത്ത് എന്ന് പറഞ്ഞ അനുഗ്രഹമാണ്, മഴവെള്ളം. ആ വെള്ളത്തിന് അല്ലാഹു തആല കൊടുത്ത ഒരു വിശേഷണം മുബാറക് എന്നാണ്. എന്ന് പറഞ്ഞാൽ അത്രയും അനുഗ്രഹീതമാണ് വെള്ളം. എന്നിട്ട് ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ്, ആ വെള്ളം കൊണ്ട് അല്ലാഹു തആല തോട്ടങ്ങളെ മുളപ്പിക്കുകയും അതുപോലെ കൊയ്തെടുക്കുന്ന ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. അപ്പൊ വെള്ളമാണ് നമ്മുടെ ഭക്ഷണത്തിന്റെയും അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വെള്ളം അല്ലാഹ് നൽകിയിട്ടുള്ളത് വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദറിൻ, ഒരു ഖദർ വെച്ചുകൊണ്ട് അല്ലാഹ് വെള്ളം ഇറക്കിയെന്ന. അതിനൊരു കണക്കുണ്ട്. അള്ളാഹുവിന്റെ അടുത്തൊരു ഖദറുണ്ട്. ഫഅസ്കന്നാഹു ഫിൽ അർളി എന്ന് അല്ലാഹു തആല ഭൂമിയിൽ ഈ വെള്ളത്തെ നിലനിർത്തുകയും ചെയ്യുന്നു. വഇന്ന അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ, ഈ വെള്ളം വറ്റിച്ചു കളയാനും കഴിവുള്ളവനാകുന്നു അല്ലാഹു എന്ന്. അപ്പൊ ഇത്രയധികം പ്രാധാന്യമുള്ള ഒന്നാണ് വെള്ളം. വെള്ളം നമ്മുടെ ഭക്ഷണത്തിന് വേണം, നമ്മുടെ വെള്ളം നമുക്ക് കുടിക്കാൻ വേണം, അതുപോലെ നമ്മൾക്ക് ശുദ്ധി വരുത്താൻ വേണം, നമ്മുടെ കെട്ടിടങ്ങളും ഭവനങ്ങളും ഒക്കെ നിർമ്മിക്കാൻ വേണം. എല്ലാത്തിനും വെള്ളം വേണം. കന്നുകാലികൾക്ക് വേണം, പക്ഷികൾക്ക് വേണം, ഒക്കെ വെള്ളം വേണം. അപ്പൊ ഈ വെള്ളം ഉപയോഗിക്കുന്നിടത്ത് നമ്മുടെ രീതി എങ്ങനെയാണ് അത് നമ്മൾ നോക്കണം.
വെള്ളം ഉപയോഗിക്കുന്നിടത്ത് എങ്ങനെയാവണം എന്നുള്ളതിന് ഒരൊറ്റ ഹദീസ് മനസ്സിലാക്കിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു സഹാബി വുളു ചെയ്യുമ്പോൾ അടുത്തൂടെ നടന്നുപോയി. സഅദ് റളിയല്ലാഹു അൻഹു അതിങ്ങനെ നോക്കി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബി വുളു ചെയ്യുകയാണ്. അങ്ങനെ വുളു ചെയ്യുമ്പോൾ അദ്ദേഹം ധാരാളം വെള്ളം ഉപയോഗിച്ചാണ് വുളു എടുക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദ സറഫു യാ സഅദു, എന്താ സഅദ് ഈ വെള്ളത്തിൽ ഇത്ര ദൂർത്തടിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം ചോദിച്ചു, അഫിൽ വുളൂഇ സറഫുൻ, അള്ളാഹുവിന്റെ റസൂലെ വുളു എടുക്കുന്നിടത്തുണ്ടോ ഈ വെള്ളം അമിതം നോക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ചെറിയ സംഗതി, 1 മിനിറ്റ് നേരം കൊണ്ട് ഒന്ന് മുഖവും കൈയും കാലുകളൊക്കെ ഒന്ന് കഴിയുന്ന ഇതിലിപ്പോ എന്താ ഇത്ര സറഫ് എന്ന് പറഞ്ഞാൽ ദുർവ്യയം, അമിതമായി ചെലവഴിക്കൽ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി എന്താണെന്നറിയോ? ഖാല നഅം, ഉണ്ട്, വുളു എടുക്കുന്നതിലും ദുർവ്യയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വൈൻ കുൻത അലാ നഹരിൻ ജാരിൻ, നീ ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയുടെ തീരത്താണെങ്കിലും പുഴയിൽ നിന്ന് വെള്ളമെടുത്ത് വുളു എടുക്കുകയാണെങ്കിൽ പോലും അമിതാവാൻ പാടില്ല. എത്ര വിശദീകരിക്കാം ഇത്? ഒഴുകുന്ന പുഴയിൽ നിന്ന് വെള്ളം മുക്കിയെടുത്ത് വുളു എടുക്കുകയാണെങ്കിൽ പോലും ആളുകൾ ദുർവ്യയം ചെയ്യാൻ പാടില്ല. വുളുവിലാണ് ആദ്യമായി ശൈത്താൻ വസ്വാസ് ഉണ്ടാക്കുക എന്ന് വേറെ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് എത്ര വുളു എടുത്താലും പിന്നെയും വുളു എടുക്കും, പിന്നെയും വുളു എടുക്കും. അത് സുന്നത്തല്ല. ഇപ്പൊ വുളു എടുക്കുന്നതിന്റെ മിനിമം 1 പ്രാവശ്യമാണ്. വെള്ളം ഇല്ലാത്ത സമയത്ത് അങ്ങനെയും മതി, അല്ലെ 2 പ്രാവശ്യമാവാം, 3 പ്രാവശ്യമാണ് അതിന്റെ പൂർണ്ണ സുന്നത്ത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം, വെള്ളം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നമ്മൾ ചെലവഴിക്കുന്നതിന് കരുതണമെന്ന്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ പള്ളികളിൽ. എനിക്ക് തോന്നുന്നു നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ 1/3 വെള്ളം മതിയാവും ഒരു പള്ളിയിൽ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ. ഇപ്പോൾ ഒരാൾ വുളു എടുക്കാൻ, മുഖം കഴുകാൻ, കൈ കഴുകാൻ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ടാപ്പ് തുറന്നിട്ടിട്ടുണ്ടാവും, വെള്ളം അങ്ങനെ പോകുന്നുണ്ടാവും. അതൊന്ന് പൂട്ടിയിട്ട് മതി, എന്നാൽ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ടാപ്പ് വെച്ച് കൊടുത്താൽ മതി. അപ്പൊ എന്തൊക്കെയുണ്ട്? വെള്ളം നഷ്ടപ്പെടുത്തുന്നത്, ഇലക്ട്രിസിറ്റി അധികം ചെലവഴിക്കുന്നത്, ഇങ്ങനെ പലതും. ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ നോക്കിയാൽ അറിയാം, അങ്ങനെ ഒരു പഠനം, ഒരു സംസ്കാരം നമ്മളെ കുടുംബത്തിന് നൽകിയാൽ നിങ്ങൾ നോക്കൂ, എപ്പോൾ പകൽ സമയത്ത് പോലും ആവശ്യമില്ലാത്ത ലൈറ്റ് കത്തുന്നുണ്ടാവില്ലേ, അതുപോലെ വെറുതെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ കുറക്കാൻ സാധിക്കും ഇതിന്റെ ഉപയോഗം എന്നത് ഉറപ്പാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വെള്ളം ഉപയോഗിക്കുന്നതിനെ കുറിച്ചും അള്ളാഹുവിന്റെ അനുഗ്രഹം, വെള്ളമെന്ന അനുഗ്രഹം ഉണ്ടാകുന്നതിനെ കുറിച്ചുമൊക്കെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം നോക്കൂ. ചിന്തിപ്പിക്കുക നമ്മളെ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം നോക്കൂ. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, മനസ്സിലാക്കണം. അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, മേഘത്തിൽ നിന്ന് നിങ്ങളാണോ അതിറക്കിയത്, അല്ല നാം ആണോ ഇറക്കിയത്? അള്ളാഹുവിന്റെ ചോദ്യമാണ്. കൃത്രിമ മഴ പെയ്യിപ്പിച്ച് മനുഷ്യർക്ക് എല്ലാവർക്കും ആവശ്യമുള്ള വെള്ളത്തിക്കാൻ കഴിയോ? കഴിയില്ല. കൃത്രിമ മഴ പെയ്യിപ്പിച്ചു. പക്ഷേ കൃത്രിമ മഴ പെയ്യിപ്പിക്കാൻ ചെലവാകുന്ന കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചുകൊണ്ട് ഈ ലോകത്തുള്ള മനുഷ്യർക്കും മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും വെള്ളം നൽകാൻ കഴിയോ? അതിന് ചെലവ് എത്ര വരും? നമ്മുടെ ശ്വാസമൊക്കെ പോലെ തന്നെ അല്ലേ? 1 മണിക്കൂർ നേരത്തേക്ക് ഹോസ്പിറ്റലിൽ പോയ മനുഷ്യന് ഓക്സിജൻ കൊടുക്കുന്നതിന് എത്ര ആയിരങ്ങളാണ് വേണ്ടി വരുന്നത്. നമ്മൾ രാത്രിയും പകലും ഉണർന്നും ഉറങ്ങുമ്പോഴും ഒക്കെ ഓക്സിജൻ, അള്ളാഹു തആല തന്ന ഓക്സിജൻ അനുഭവിക്കുമ്പോൾ നമ്മളതിന് ചെലവ് കണക്കാക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണിത്. അള്ളാഹ് പറയുന്നത്, നിങ്ങളാണോ ഈ വെള്ളം മേഘത്തിൽ നിന്ന് പെയ്യിപ്പിച്ചത്, അല്ല നാം ആണോ? വലൗ നശാഉ ലജഅൽനാഹു ഉജാജൻ, അത് നമ്മൾ വിചാരിച്ചാൽ വളരെ കയ്പുള്ള വിധത്തിൽ അതാക്കിക്കളയും. ഫലൗലാ തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ? ശുദ്ധമായ വെള്ളം അല്ലാഹു തആല ഇറക്കി തന്നതിന് നിങ്ങൾക്ക് നന്ദി കാണിച്ചുകൂടെ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അതുപോലെ അള്ളാഹ് നമ്മോട് പറയുകയാണ്, ഖുൽ അറഅയ്തും ഇദാ ഇൻ അസ്ബഹ മാഉക്കും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ നിങ്ങൾക്കാരുണ്ട് നല്ല വെള്ളം തരാൻ? നമുക്ക് കഴിയോ? നമ്മൾ കുഴിച്ചു നോക്കൂ, കിണർ വറ്റാ പിന്നെയും കുഴിച്ചു നോക്കൂ, പിറ്റത്തെ കൊല്ലം വീണ്ടും കുഴിച്ചു, അതോടെ കഴിഞ്ഞു. പിന്നെ കുഴിക്കാനും കഴിയില്ല, കുഴിച്ചാൽ അതിൽ വെള്ളം ഉണ്ടാവില്ല, താന്നു പോകുന്നു. ആരാണ് നിങ്ങൾക്ക് വെള്ളം തരിക എന്ന് അള്ളാഹു ചോദിക്കുന്നു. ഇപ്പോഴുള്ള ഒരു പ്രതിസന്ധി, ലോകത്ത് വമ്പിച്ച ജലക്ഷാമം വരുന്നു എന്നാണ്. അതിന് ലോക
സമ്മേളനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും താപത്തെക്കുറിച്ചുമൊക്കെ അവരൊക്കെ ആലോചിക്കുകയും പറയുകയും ചെയ്യുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിൽ മനുഷ്യൻ ജലം ദുരുപയോഗം ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ജലം മറ്റൊന്നിന് ഉപയോഗിക്കാൻ കഴിയണം ഒന്ന് നോക്കണം എന്നാണ്. ഇപ്പൊ വേസ്റ്റായി പോകുന്ന വെള്ളം ഒരു ചെടിയുടെ മുരട്ടിലെത്തിക്കാൻ കഴിയുമോ? നമ്മുടെ പറമ്പിലും നമ്മുടെ പാടത്തുമൊക്കെയുള്ള വെള്ളം ഒഴുകി കടലിലേക്ക് പോകുന്നതിന് പകരം കെട്ടി നിർത്താൻ കഴിയുമോ? അതുപോലെ മരങ്ങൾ വനങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് ആരെങ്കിലും ഒരു മരം മുറിച്ചാൽ ഒരു 3 ചെടിയെങ്കിലും നട്ടിട്ട് ആ ഒരു ബാലൻസ് നിലനിർത്താൻ കഴിയുമോ? ഇങ്ങനെ ഒരുപാട് പഠനങ്ങളും നിർദ്ദേശങ്ങളും ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഒരു ഭാഗത്ത് നമുക്ക് ചെയ്യാനുള്ളത്. മറ്റൊന്ന്, ഖുർആനിൽ ഈ പ്രപഞ്ചത്തിലെ പല കാര്യങ്ങൾക്കും മനുഷ്യന്റെ മനസ്സും ജീവിതവും പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളുമായൊരു ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞല്ലോ ജനങ്ങളോട്, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും, ജനങ്ങളെ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക. അസ്തഗ്ഫിറുല്ലാഹ് അത് പറയാ എന്നാൽ പടച്ചോനെ പാപം പുറത്തു തരണേ. ഇസ്തിഗ്ഫാർ പറയുന്നതിന് മുമ്പ് പാപത്തിൽ ദുഃഖം വേണം, വേദനയുണ്ടാകണം, ഇനി അത് ചെയ്യില്ല തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നന്നായിട്ട് പാപമോചനത്തിന് പ്രാർത്ഥിച്ചാൽ ഇന്നഹു കാന ഗഫാറ, അല്ലാഹു തആല പശ്ചാത്താപം പൊറുക്കലിനെ തേടിയാൽ അത് സ്വീകരിക്കുന്നവനാണ്. എന്നിട്ട് ഖുർആനിൽ പറയുന്നു, യുർസിലി സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് ധാരാളം മഴ പെയ്യിപ്പിച്ചു തരും അല്ലാഹു, വെള്ളം ഇറക്കി തരുമെന്ന്. ഇസ്തിഗ്ഫാർ നടത്തിക്കൊള്ളിന്നാ പറയുന്നത്. നിങ്ങൾ പാപമോചനം നടത്തുക. മാത്രമല്ല വയുംദിദുക്കും ബി അംവാലിൻ വബനീന, നിങ്ങൾക്ക് സ്വത്തുക്കളും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെയും തന്നുകൊണ്ട് അല്ലാഹ് നിങ്ങളെ സഹായിക്കും. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് തോട്ടങ്ങളും പുഴകളും അല്ലാഹു ഉണ്ടാക്കി തരും. നൂഹ് നബി പറഞ്ഞതാ, ജനങ്ങളെ ഇസ്തിഗ്ഫാർ ചൊല്ലൂ, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങൂ, പാപം പൊറുപ്പിക്കൂ, നിങ്ങൾക്ക് അല്ലാഹു തആല മഴ പെയ്യിപ്പിച്ചു തരും, കുത്തിച്ചൊരിയുന്ന മഴ. യുർസിലി സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് മക്കളെയും നിങ്ങൾക്ക് സ്വത്തുക്കളും അല്ലാഹു തആല നൽകും, നിങ്ങൾക്ക് പുഴകളും നിങ്ങൾക്ക് തോട്ടങ്ങളും നൽകുന്നു. അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ വ്യതിയാനങ്ങളിലും നേർക്ക് നേരെയുള്ള പോക്കുകളിലുമൊക്കെ മനുഷ്യന്റെ ജീവിതവുമായി ഒരു ബന്ധമുണ്ട് എന്നാണ്. അതുപോലെ ഹൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞു, യാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം നടത്തുക, പിന്നെ നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. യുർസിലി സമാ അലൈക്കും മിദ്റാറ, നിങ്ങളിലേക്ക് അല്ലാഹു തആല ധാരാളമായി ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കിത്തരും. വയസിദിക്കും ഖുവ്വത്തൻ ഇലാ ഖുവ്വത്തിക്കും, നിങ്ങൾക്ക് അല്ലാഹു തആല ശക്തിയുടെ മേൽ ശക്തിയും നൽകും എന്ന്. അവിടെ പറഞ്ഞത് ഇസ്തിഗ്ഫാർ നടത്തണം എന്നാണ്. പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു തആല അങ്ങനെ പാപം പുറത്തു തരുന്നവനാകുന്നു എന്ന് ആ 2 സ്ഥലത്തും അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുക, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി ജീവിക്കുക, തൗബ ചെയ്യുക, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയ്യിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ വളരെ സൂക്ഷ്മതയുണ്ടാകണമെന്നും വളരെ ചെറുതായി തോന്നുന്ന കാര്യങ്ങളിൽ പോലും മിതത്വമുണ്ടാകണം എന്നുമാണ് നാം വിശദീകരിച്ചത്. ജീവിതത്തിൽ അങ്ങനെ ഒരു ശ്രദ്ധയില്ലാതെ പോകുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും ഉണ്ടാകും, പല പ്രതിസന്ധികളും ഉണ്ടാകും. അതിൻ്റെ കാരണം ദുർവ്യയത്തിൻ്റെ അടിസ്ഥാനം കിബ്റാകുന്നു എന്നതാണ്. എന്തിനാണിത് എന്ന് ചോദിച്ചാൽ ഒരു കാരണവുമില്ല, കിബ്ർ മാത്രം എന്ന നിലക്കുള്ള സംഗതികളുണ്ട്. കിബ്റാകട്ടെ അള്ളാഹു വിരോധിച്ചതും മനുഷ്യൻ്റെ അമലുകളെ വിറക് കത്തിച്ചു നശിപ്പിക്കും പോലെ കിബ്ർ മനുഷ്യൻ്റെ അമലുകളെ നശിപ്പിക്കുമെന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതുമാണ്. മിതത്വം ശീലിക്കാൻ നമ്മൾ ഓരോരുത്തരും, നമ്മുടെ കുടുംബാംഗങ്ങളും, നമ്മുടെ ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും അങ്ങനെ ഒരു ബോധം വരുത്തിയാൽ നിങ്ങൾ നോക്കൂ, അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ. ഇപ്പം ജുമാ കഴിഞ്ഞു, ഇപ്പം ഈ പള്ളിയിൽ കൂടുന്ന ആളുകൾ പഴയ പ്രദേശത്തുള്ള ആളുകളാണല്ലോ. 1 മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തും എന്നുള്ള ആളുകൾക്ക് വരൂല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ ഭക്ഷണം 1 മണിക്കൂർ നേരം നമുക്ക് ഉള്ള എന്തെങ്കിലും ഒന്ന് കഴിച്ചു പോയാൽ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാം. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും എന്നറിയാം? ആ ഭക്ഷണം വേസ്റ്റാവും, ഇതിനുള്ള പണം വെറുതെ പോവുകയും ചെയ്യും. എന്താ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്? നമ്മുടെ അടുത്ത് പൈസ ഉണ്ട്, പൈസ എങ്ങനെ ഉണ്ടായി നമ്മൾ നോക്കുന്നില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മളുണ്ടാവും ഒരു സ്ഥലത്തേക്ക് ഇന്ന് പോകണം, നാളെയും പോകണം, മറ്റന്നാളും പോകണം. അത് 3 കൂടി ഒരു പോക്കിൽ ഒപ്പിക്കാൻ കഴിയോ? എങ്കിൽ ഒരു യാത്ര ചെലവ് പോരെ, ഒരു അധ്വാനം പോരെ. അങ്ങനെ എത്രയോ കാര്യങ്ങൾ ചെറുതാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ചെലവഴിക്കലുകളിൽ വമ്പിച്ച മാറ്റം വരുത്താൻ കഴിയുന്ന സംഗതികളുണ്ട്. അത് വസ്തുക്കൾ വാങ്ങുന്നിടത്താണെങ്കിൽ ഇപ്പോൾ ചില ആളുകൾ പറയുന്നു അവർ വില നോക്കിയേയില്ല. പാരമ്പര്യമായി വാങ്ങി വരുന്ന ചില സാധനങ്ങളുണ്ടാവും, അതങ്ങനെ വാങ്ങും. അത് വില കൂടിയിട്ടുണ്ടെങ്കിൽ അതേ ഗുണം കിട്ടുന്ന വേറൊരു സാധനം ഉണ്ടാവും വില കുറഞ്ഞത്. ഓയിലാണെങ്കിലും അരിയാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും മാംസവും മത്സ്യവും ഒക്കെ ആണെങ്കിലും. പക്ഷെ എന്താ, നമ്മൾ അങ്ങനെ ആലോചിക്കുന്നില്ല. അപ്പം നമുക്ക് മതിയാവില്ല. മതിയാവാതെ വരുമ്പം കടം വരും. കടം വീട്ടാൻ കഴിയാവുമ്പോൾ പിന്നെ ബേജാറാവും, പിന്നെ മാനസികമായി പ്രശ്നങ്ങളുണ്ടാവും. ചില ആളുകൾ ജീവിതം അവസാനിപ്പിക്കും. ഇതൊക്കെ തന്നെ നമ്മുടെ ഒരു ക്രമമുള്ള ജീവിതം നമ്മൾ കണ്ടെത്താത്തതുകൊണ്ടാണ്. ഒന്ന് ഉള്ളത് കൊണ്ട് ജീവിച്ചു പോകാൻ നമ്മളും നമ്മുടെ കുടുംബവും ശ്രദ്ധിക്കുക. അത് സമാധാന ജീവിതത്തിന് തന്നെ ആവശ്യമാണ്. ഉള്ളത് കൊണ്ട് ജീവിക്കുക. എനിക്കിത്രയാണ് വരുമാനം, നമുക്കിത്രയാണ് വരുമാനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അല്ലാഹു തആല നമ്മോട് പറയുന്ന പോലെ ഇസ്റാഫില്ലാതെ ജീവിക്കുക ജീവിതരംഗങ്ങളിലൊക്കെ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാൻ പ്രത്യേകമായി ശീലിക്കണം. പ്രത്യേകിച്ച് ഞാൻ ഇന്ന് പ്രത്യേകം പറഞ്ഞ ജലം ഉപയോഗിക്കുന്ന കാര്യത്തിൽ, അതിൽ പൊതുവെ എല്ലാവരും പറയും മലയാളികൾ ജലോപയോഗം കൂടുതലാണെന്ന്. അത് നമുക്ക് ധാരാളം വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്കൊരു പ്രശ്നവുമായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് കേരളം വരണ്ടു പോകുന്നതാണ്. ഇതിനേക്കാൾ ജലമുണ്ടായിരുന്ന ദേവ്ഗാവ് എന്ന് പറയുന്ന ഒരു ഗ്രാമം മഹാരാഷ്ട്രയിൽ, ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഇത് നമ്മൾ ഇട്ടതാണ്, മറ്റേ ഗ്രാമത്തിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്. ആ ഗ്രാമം ധാരാളം പുഴകളും ധാരാളം തോട്ടങ്ങളും ധാരാളം ചെടികളൊക്കെയുള്ള നല്ല പച്ചപ്പുള്ളൊരു നാട്, അത് വരണ്ടുപോയി എന്നാണ് പറയുന്നത്. നമ്മൾ പറയും നമുക്ക് 44 മഹാനദികളുണ്ട് കേരളത്തിൽ, അപ്പോൾ നമുക്കൊന്നും പേടിക്കാനുണ്ടാവില്ല, കടൽ തീരമാണ്. വെറുതെ പറയാണ്. വരൾച്ച വന്നാൽ നമ്മൾ കുടുങ്ങിപ്പോവും. അപ്പോൾ ഇതൊക്കെ വമ്പിച്ച വലിയ സംഗതികൾ ഞാനൊരുത്തൻ എന്ത് ചെയ്യാൻ, അങ്ങനെയും ചിലർക്ക് തോന്നും. പക്ഷേ ഞാനൊരുത്തൻ എൻ്റെ പാർട്ട്, എൻ്റെ ഭാഗം ഞാൻ ചെയ്തല്ലോ എന്ന് നമുക്ക് സമാധാനിപ്പിക്കാം. ആ നിലയിൽ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം. ഒരിക്കലും ഇസ്രാഫില്ലാതെ ജീവിക്കുന്ന ശീലം വളർത്തുക ചെയ്യണം. ഇന്നാണ് നമ്മൾ നമ്മുടെ പള്ളിയിൽ പരിസരത്തുള്ള പള്ളികൾക്ക് കലക്ഷൻ നടത്തുക. 14 പള്ളികൾക്കും 3-4 മദ്രസകൾക്കും അതിൻ്റെ നടത്തിപ്പിന് വേണ്ടി ഈ പള്ളിയിൽ പിരിച്ചുണ്ടാക്കുന്ന കാശ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങളെല്ലാവരും സംഭാവന ചെയ്യണം എന്നുകൂടി ഓർപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ്റെ നല്ല അടിമകളായി ജീവിക്കുവാനുള്ള തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ അല്ലാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ, വീഴ്ചകൾ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ. അല്ലാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അവരുടെയും ഞങ്ങളുടെയും ഖബറിടങ്ങളെ നീ വിശാലമാക്കി തരികയും പ്രകാശമുള്ളതാക്കി തീർക്കുകയും ചെയ്യണമേ. അല്ലാഹുവെ, അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അതിജീവിക്കുവാനുള്ള ശക്തിയും ഈമാനും നൽകി ഈ സമുദായത്തെ നീ അനുഗ്രഹിക്കുക. അല്ലാഹുവെ, ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി കഷ്ടപ്പെടുന്ന ആളുകളുടെ എല്ലാ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നീ ദൂരീകരിച്ച് തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവെ, ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും ഇണകളുടെയും മക്കളുടെയും സഹോദരങ്ങളുടെയും ഞങ്ങളോട് ദുആ ചെയ്യണമെന്ന് പ്രത്യേകം വസിയത്ത് ചെയ്ത എല്ലാ ആളുകളുടെയും എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും നീ പൂർത്തീകരിച്ച് തരണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ യാ ഗാഫിറൽ മുദ്നിബീൻ اللهم أعز الإسلام والمسلمين
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا لا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم.